ഹലോ ഗൈസ്, അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. ഇത്രയും നാളെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, എനിക്കൊരു വലിയൊരു പനി പിടിച്ച് അതിൻ്റെ കൂടെ പല ആരോഗ്യ പ്രശ്നങ്ങളും, ബ്രീത്തിങ് ഇഷ്യൂസ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ തന്നെ ഞാൻ ബാക്ക് ടു എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ തിരുവോണ ദിവസം തന്നെ വീഡിയോ അങ്ങ് തുടങ്ങിയേക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ആ കാണുന്ന കാശ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെന്നല്ല, ഈ കാണുന്ന കൊല വെറ്റിട്ടാണ് ഗൈസ് എനിക്ക് കാശ് കിട്ടിയത്. ഇത് ഞാൻ നട്ട വാഴയിൽ നിന്നുണ്ടായ കൊലയാണ് ഗൈസ്. അങ്ങനെ തിരുവോണ ദിവസം തന്നെ അതുകൊണ്ട് വിറ്റ് കാശാക്കിയിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് ഇതാ ബാക്കിയുള്ള വാഴയിൽ നിന്ന് ഇല വെട്ടുകയാണ്. ഒരു വാഴ വേറൊരു വാഴ ഇല വെട്ടുകയാണ് ഗൈസ്. അത് തന്നെയാണ് ഇത് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ വർഷം ഓണമൊന്നും ആഘോഷിച്ചില്ല. നേരെ അനിയത്തിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ നമ്മുടെ ഇവിടെ തത്തം. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് വെട്ടിയെടുത്ത കൊലയായിട്ട് നേരെ കടയിൽ കൊണ്ടുവന്ന് വിറ്റ് അതിനെ കാശാക്കി കേസ്. തിരുവോണ ദിവസം തന്നെ എനിക്ക് കാശ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ അവളുടെ വീട്ടിലെത്തി പിന്നെ കുറേ നേരം കുശലമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി. അതായത് സദ്യ, ഓണസദ്യ. അങ്ങനെ നമ്മളിതാ ഓണസദ്യ വിളമ്പണം കേട്ടോ. ഞാനും അനിയത്തിയുടെ ഹസ്ബൻഡ് ചേട്ടനും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ്, നമ്മൾ 3 പേരും കൂടെയാണ് ഓണസദ്യ വിളമ്പിയത്. അങ്ങനത്തെ സദ്യയെല്ലാം വിളമ്പി അച്ചാറ്, പരിപ്പ്, പപ്പടം, പായസം, കിച്ചടി, അവിയൽ, തോരൻ, എല്ലാം ഒട്ടുമിക്ക എല്ലാ കറികളും ഉണ്ടായിരുന്നു. ഇതിൽ എനിക്കൊരു പങ്കുമില്ല. എൻ്റെ അനിയത്തിയും അവളുടെ അമ്മയാണ് ഫുൾ ഇതെല്ലാം ഒരുക്കിയത്. അങ്ങനത്തെ ലാസ്റ്റ് പായസമൊക്കെ കഴിച്ച് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിച്ചിരിക്കുകയാണ്. പായസവും പഴവും പപ്പടവും എനിക്കിത് കുഴച്ചൊഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയാണ് നിങ്ങളും പായസം കഴിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ സദ്യ എല്ലാം തീർത്തിട്ട് തിന്ന് എണീറ്റ് ക്ഷീണത്തിൽ അങ്ങനെ ഇരിക്കണം. അവളെന്തോ ജോലിയിലാണ്, ഞാൻ തിന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ അങ്ങനെ ഇരിക്കണം. അപ്പോൾ 3 കിലോ ടാറ്റ ബൈ, സീ യു.